ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ലിൻസീസ് ലിങ്കിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന റെസിപ്പി സമോസ റെസിപ്പിയാണ്. ഇതൊരു മീറ്റ് സമോസ റെസിപ്പിയാണ്. നിങ്ങൾക്ക് ഇതേ രീതിയിൽ തന്നെ ചിക്കൻ ഉപയോഗിച്ചും അതുപോലെ വെജിറ്റബിൾ ഉപയോഗിച്ചും സമോസാസ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അന്നേരം വളരെ ഈസി ആയിട്ടാണ് ഈ റെസിപ്പി. ഒരുപാട് ടൈമൊന്നും എടുക്കത്തില്ല. അന്നേരം വളരെ ഈസി ആയിട്ട് നമുക്ക് ഒരു ഈവനിങ് സ്നാക്ക്, ഒരു 4 മണി പലഹാരമായിട്ട് നമുക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഈ റെസിപ്പിയിലേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ കടക്കാം. ഓക്കെ, അന്നേരം ആദ്യമായിട്ട് നമുക്ക് കുറച്ച് മീറ്റ്, ഞാൻ ഇവിടെ ഉപയോഗിക്കുന്ന ബീഫാണ്. അന്നേരം ബീഫ് ഇത് കുക്ക് ചെയ്ത് ഉപ്പും പ്ലെയിനായിട്ട് ജസ്റ്റ് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ട് പുഴുങ്ങിയ ബീഫ് ഞാൻ ഇതുപോലൊന്ന് മിൻസ് ചെയ്തെടുക്കുകയാണ്. കാരണം നമ്മൾ കട്ട്ലേറ്റിനും സമോസായ്ക്കും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മിൻസ്ഡ് മീറ്റായിട്ട് നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. അല്ലെങ്കിൽ നമുക്കൊരു മിൻസർ ഉപയോഗിച്ച് ഇതുപോലെ ജസ്റ്റ് ഒന്ന് മിൻസ് ചെയ്ത് എടുത്താൽ മതി. ഓക്കെ, അന്നേരം ബീഫ് ഞാനിവിടെ മിൻസായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സവാള, അതുപോലെ തന്നെ ഇഞ്ചി, പച്ചമുളക് എല്ലാം ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് എടുക്കുക. കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കുക. അതായത് നമ്മൾ നാട്ടിലൊക്കെ പറയും കൊത്തി അരിഞ്ഞെടുക്കുന്നത് പോലെ. ഓക്കെ, ഇതേപോലെ കൊത്തി അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞു വേണം എടുക്കാൻ വേണ്ടി. ഓക്കെ, എന്നിട്ട് നമ്മുടെ സവാളയും എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അന്നേരം എരിവിനനുസരിച്ച് നിങ്ങൾ പച്ചമുളക് ചേർക്കുക. അതുപോലെ തന്നെ ഇഞ്ചി ടേസ്റ്റിനനുസരിച്ച്, നിങ്ങൾക്ക് ഇഞ്ചിയുടെ ടേസ്റ്റ് മുമ്പിലോട്ട് വേണമെങ്കിൽ അതിനനുസരിച്ച് ചേർക്കുക. ഇനി നമുക്കൊരു നോൺ സ്റ്റിക്ക് പാനോ ഒരു കടായിയോ വെക്കുക. അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഏത് എണ്ണയാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് അത് ഒഴിച്ചു കൊടുക്കുക. അന്നേരം ഞാനിവിടെ ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണയിലാണ്. അന്നേരം വെളിച്ചെണ്ണ ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, അതുപോലെ തന്നെ ഇഞ്ചി, പിന്നെ കുറച്ച് പച്ചമുളക്, ഇത് മൂന്നും കൂടി ഇട്ട് ജസ്റ്റ് നമ്മളൊന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് നമ്മളങ്ങ് വഴറ്റിയൊന്ന് സോഫ്റ്റൊന്നും ആക്കാൻ പോകണ്ട. നമ്മുടെ സമോസയ്ക്കൊക്കെ ഇടയ്ക്ക് ഒരു ചെറിയൊരു ഈ നമ്മുടെ സവോളയൊക്കെ കിടന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അന്നേരം അതനുസരിച്ച് ജസ്റ്റ് എന്നാലും നല്ലപോലെ വഴണ്ട് കിട്ടണം. ആ പരുവത്തിലൊന്ന് വഴറ്റി എടുക്കുക. നമ്മൾ വിചാരിക്കും ഇതൊക്കെ ഭയങ്കര പാടല്ലേ, ടഫാണ്, കടയിൽ മാത്രമേ വാങ്ങിച്ച് കഴിക്കാൻ പറ്റത്തുള്ളൂ എന്ന്. ഇതങ്ങനെയൊന്നുമല്ല, നമുക്കും വീട്ടിൽ നമ്മൾ വിചാരിച്ചാൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അന്നേരം ഇതിനാവശ്യത്തിന് വേണ്ടിയിട്ടുള്ള മീറ്റ് മസാലയും അതുപോലെ തന്നെ ലേശം ഗരം മസാലയും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. കാരണം അത് ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് ഉപ്പിൻ്റെ അളവ് നിങ്ങൾ തന്നെ അഡ്ജസ്റ്റ് ചെയ്യുക. അന്നേരം ഞാനിവിടെ ഗരം മസാലയും ചേർത്തു. അതുപോലെ തന്നെ കുറച്ച് മീറ്റ് മസാല ചേർക്കുമ്പോൾ നിങ്ങൾക്ക് കടയിൽ ബീഫ് ഉലർത്ത് മസാലയോ അല്ലെങ്കിൽ ബീഫ് മസാലയൊക്കെ കിട്ടുവാണെങ്കിൽ അത് ചേർത്താലും മതി. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പ് അല്ലെങ്കിൽ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ കൂടെ നിങ്ങളുടെ കയ്യിൽ നമ്മുടെ സോയാ സോസ് ഉണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ സോയാ സോസും കൂടെ ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇത് ചേർത്തതിന് ശേഷം നമ്മൾ നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇത് നല്ലതുപോലെ വഴറ്റി ഈ ടൊമാറ്റോ കെച്ചപ്പും അതുപോലെ തന്നെ നമ്മുടെ സോയാ സോസും ഒക്കെ ഈ സവാളയിലും ഈ ഇഞ്ചി എല്ലാ മസാല എല്ലാം കൂടെ ഒന്ന് നല്ലപോലെ മിക്സായി കിട്ടണം. അത് റെഡിയായി കഴിയുമ്പോൾ നമ്മൾ മിൻസ് ചെയ്ത് വെച്ചിരിക്കുന്ന മീറ്റ് ചേർത്ത് കൊടുക്കാം. മിൻസ്ഡ് ബീഫാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പം ചിക്കൻ കൊണ്ട് ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് മിൻസ്ഡ് ചിക്കൻ ഇതുപോലെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ മസാലയുടെ കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് വഴറ്റി കൊടുക്കുക. അന്നേരം ഇത്രയൊക്കെ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് വലിയ പാടൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ചേർക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കുറച്ച് ക്യാരറ്റ്, അതുപോലെ തന്നെ നമ്മുടെ ഗ്രീൻ പീസ് ഒക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഓക്കെ, അത് നമ്മുടെ ഓരോരുത്തരുടെയും ചോയ്സാണ്. അല്ലെങ്കിൽ ഇതേപോലെ പ്ലെയിൻ മീറ്റ് സമോസ ഉണ്ടാക്കുകയാണെങ്കിൽ ബീഫ് മാത്രം ചേർത്താൽ മതി. പിന്നെ ബീഫ് നല്ലതുപോലെ ഒന്ന് കുക്കാകേണ്ട കാര്യമുണ്ട്. കുക്ക് ചെയ്തതിന് ശേഷം മിൻസ് ചെയ്താണെങ്കിൽ അധികം കുക്കിംഗ് ടൈം വേണ്ട. അതേസമയം കുക്ക് ചെയ്യാതെ മിൻസ്ഡ് ബീഫാണെങ്കിൽ നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്ത് എടുക്കണം. അന്നേരം ഇത് ഓൾറെഡി റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് മൈദാമാവ്, അതായത് 1 ടേബിൾ സ്പൂൺ മൈദാമാവും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടെ ജസ്റ്റ് ഞാനിങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ വെച്ചേക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇത് നമ്മുടെ സമോസ ഷീറ്റ് നമ്മൾ മീറ്റ് ഫില്ല് ചെയ്തതിന് ശേഷം അതിലേക്ക് അതൊന്ന് ഈ കോട്ടിങ്, അതിൻ്റെ ആ കവറിങ് ഒന്ന് സീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് വെച്ചേക്കുന്നത്.
ഇതേപോലെ നമ്മുടെ സമോസ ഷീറ്റ് വെച്ച് ഈ മാവ് ഒട്ടിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത്. അന്നേരം നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ സമോസയുടെ ഇത് കവറിങ് ഉണ്ടാക്കുന്നത്. നമ്മൾ ഇതുപോലെ ഒരു സമോസ ഷീറ്റ് എടുത്തതിന് ശേഷം ആദ്യമായിട്ട് ഇതുപോലെ ഒരു കോൺ ഷേപ്പ് ഉണ്ടാക്കുക. ഓക്കെ, ഇത് കണ്ടോ, നമ്മൾ കപ്പലിൻ്റെയൊക്കെ വാങ്ങിക്കത്തില്ലേ, അതുപോലെ പേപ്പർ കൊണ്ട് ഉണ്ടാക്കുന്നത് പോലെ നമ്മൾ ഇങ്ങനെ ഒരു ചെറിയൊരു കോൺ ഷേപ്പ് ആദ്യം ഒന്ന് മടക്കിയതിന് ശേഷം നമ്മുടെ മീറ്റ് മസാല അതിലേക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഫില്ല് ചെയ്തതിന് ശേഷം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് കൊണ്ട് ഇത് കണ്ടോ, ഇപ്പോൾ ഈ സൈഡ് നല്ലൊരു കോൺ ഷേപ്പിൽ വന്നിട്ട് ആ ഓപ്പോസിറ്റ് സൈഡ് കൊണ്ട് ജസ്റ്റ് നമ്മൾ സീൽ ചെയ്തെടുക്കുക. കണ്ടോ, സീൽ ഇങ്ങനെ ഒന്ന് മടക്കിയതിന് ശേഷം നമ്മുടെ മാവ് ആ സൈഡിലേക്ക് തേച്ച് കൊടുക്കുക. അതായത് മൈദാമാവ് മാത്രമാണെങ്കിൽ മതി, അതിൻ്റെ കൂടെ കോൺഫ്ലോറും കൂടെ ചേർത്താലും കുഴപ്പമില്ല. അതിന് ശേഷം ഇങ്ങനെ ഒട്ടിച്ച് എടുക്കുക. എല്ലാ സൈഡും നല്ലതുപോലെ സീൽ ചെയ്യണം, കാരണം എല്ലാ സൈഡും നല്ലതുപോലെ അടച്ച് ഒട്ടിച്ചെടുക്കുക. ഇല്ലെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്കൂടെ നമ്മൾ ഫ്രൈ ചെയ്യുക, അന്നേരം മാവ് ഈ മീറ്റൊക്കെ വെളിയിൽ പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എല്ലാ സൈഡും നല്ലതുപോലെ സീൽ ചെയ്തെടുക്കുക. ഇത് കണ്ടോ, ഇതേപോലെ നമ്മൾ സമോസ ഷീറ്റ് എടുക്കുക. അതിനുശേഷം നമ്മൾ കോൺ ഷേപ്പ് ആദ്യം തന്നെ ഒരു കോൺ പോലെ ഇങ്ങനെ ഉണ്ടാക്കുക. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ നമ്മുടെ മസാലാസ് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഈസി അല്ലേ ഇത്? നിങ്ങളിതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കിയതിന് ശേഷം എന്നെ ഒന്ന് അറിയിക്കുക, ഫീഡ്ബാക്ക് അറിയിക്കണം. കൊള്ളായിരുന്നു എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും പറയും, കാരണം ഇത് അതുപോലെ നല്ലൊരു റെസിപ്പിയാണ്. എല്ലാവർക്കും വീട്ടിലുണ്ടാക്കിയെടുക്കാനും പറ്റും. ഓക്കെ, ഇങ്ങനെ ചെയ്തതിന് ശേഷം ഇനി നമ്മൾ സീൽ ചെയ്ത് എടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ബീഫ് ഇഷ്ടമില്ലെങ്കിൽ ചിക്കൻ ഇഷ്ടമുള്ള എന്തുവാണെന്ന് വെച്ചാൽ പോർക്ക് കൊണ്ടോ അല്ലെങ്കിൽ ചിക്കനോ എന്താ മീറ്റാണ് ഇഷ്ടം അതുകൊണ്ട് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കുക. അതിന് ശേഷം നമ്മൾ ഈ സമോസ ഷീറ്റ് കൊണ്ട് ഇതേപോലെ സീൽ ചെയ്ത് എടുത്താൽ മതിയാവും. ഒരുപാട് മെനക്കേടൊന്നുമില്ല, ഇത്രയും കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. ഹെൽത്തി ആയിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കാൻ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ പുറത്തുനിന്നൊക്കെ നമ്മൾ വാങ്ങിക്കുവാണെങ്കിൽ നമുക്കറിയത്തില്ല അവർ ഏത് എണ്ണയാണ് ഉപയോഗിക്കുന്നത്, അതായത് തന്നെ റീയൂസ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ റീയൂസ്ഡ് ഓയിലിൻ്റെ അകത്ത് നമ്മൾ വീണ്ടും വീണ്ടും അങ്ങനെയുള്ള ഫ്രൈ ചെയ്ത ആഹാരങ്ങളൊക്കെ നമ്മൾ കഴിക്കുകയാണെങ്കിൽ ക്യാൻസർ വരാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ മാക്സിമം ഇങ്ങനെ ഫ്രൈഡ് ഫുഡൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാം. അന്നേരം നമുക്ക് വിശ്വസിച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയും ചെയ്യാം. അത് നമുക്ക് കഴിക്കുന്നതിനും ഹെൽത്തിന് ഹാനികരമായിട്ടൊന്നും ഉണ്ടാകത്തുമില്ല. അതുകൊണ്ട് ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. നമ്മളുടെ സമോസാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ലിൻസീസ് ലിങ്ക് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. ഓക്കെ, അതുപോലെ നിങ്ങളുടെ കമൻറ്റ്സ് എന്നെ എഴുതി അറിയിക്കണം. എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് എന്തെങ്കിലും എൻ്റെ വീഡിയോയിൽ ചെയ്യണമെങ്കിൽ അത് ഞാൻ തീർച്ചയായിട്ടും മോഡിഫൈ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, എന്നിട്ട് നമ്മുടെ സമോസാസ് ഞാൻ എല്ലാ ഷീറ്റ്സും ഇതുപോലെ ഫില്ല് ചെയ്ത് എടുക്കുകയാണ്. ഓക്കെ, അതേപോലെ നമ്മുടെ ഈ സമോസ ഷീറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുമാത്രമല്ല, ഈ സമോസ ഷീറ്റ് ഇപ്പോൾ റെഡിമെയ്ഡായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. നമ്മുടെ സൂപ്പർ മാർക്കറ്റിലും ഒക്കെ കടയിലൊക്കെ ചോദിച്ചാൽ സമോസ ഷീറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വാങ്ങാൻ കിട്ടും. അന്നേരം ഒന്നുകൂടെ എളുപ്പമാവും. അതല്ല എങ്കിൽ നമുക്ക് മാവ് കൊണ്ട് ഇതേപോലെ ഷീറ്റ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാൻ അത് വേറൊരു വീഡിയോയിൽ കാണിക്കാം, ഇങ്ങനെയാണ് സമോസ ഷീറ്റൊക്കെ ഉണ്ടാക്കുന്നത് എന്ന്. ഓക്കെ, എന്നിട്ട് ഇങ്ങനെ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഓക്കെ, വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണിത്. ഓക്കെ, അന്നേരം കണ്ടോ, ഓരോരോ ഷീറ്റും എടുക്കുക. അതല്ല നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനാണെങ്കിൽ സമോസ ഷീറ്റ് വലിയ കട്ടിയൊന്നും കാണത്തില്ല. അന്നേരം നമുക്ക് വേണമെങ്കിൽ 2 ഷീറ്റ് ചേർത്ത് വെച്ച് ഇതേപോലെ ഇച്ചിരി കട്ടിയായിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഓക്കെ, അത് ഓരോരുത്തരുടെ പ്രിഫറൻസാണ്. നമ്മളുടെ ഓരോരുത്തരുടെയും ടേസ്റ്റിനും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റി മാറ്റി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അന്നേരം നമ്മുടെ ഇവിടെ സമോസ എല്ലാം റെഡിയായി, ഞാനെല്ലാം ഇങ്ങനെ ഒട്ടിച്ച് എടുക്കുകയാണ്. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതേ മീറ്റ് കൊണ്ട് നമുക്ക് ബീഫ് ബണ്ണ് അല്ലെങ്കിൽ ഇങ്ങനെ മീറ്റ് ഉള്ളിൽ വെക്കുന്ന ബണ്ണ് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് ഞാൻ അടുത്ത ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കാം എങ്ങനെയാണ് ഈ മീറ്റ് ബണ്ണ് അല്ലെങ്കിൽ ചിക്കൻ ബണ്ണൊക്കെ ഉണ്ടാക്കുന്നത്. അതും വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ അതായിരിക്കും അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ സെയിം മസാല ഉപയോഗിച്ച് തന്നെ നമുക്ക് മീറ്റ് ബൺ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, അന്നേരം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു ബെൽ ഐക്കണുണ്ട്, അതുകൂടി പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അന്നേരം നിങ്ങളിത് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക.
ഓക്കെ, അന്നേരം വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഞാനിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ സമോസാസും ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ടാക്കിയതിന് ശേഷം ഒരു നനഞ്ഞ തുണി കൊണ്ട് അത് മൂടി വെക്കുക. ഇല്ല എങ്കിൽ നമ്മുടെ സമോസാസ് എല്ലാം ഡ്രൈ ആയി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടൊരു നനഞ്ഞ ക്ലോത്ത് കൊണ്ട് അത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മൂടി വെക്കുക. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ ഫ്രൈ ചെയ്യുന്നത് അതിലേക്ക് ഇനി നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന പാത്രത്തിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഏത് എണ്ണയിലാണോ നിങ്ങൾ സൺഫ്ലവറോ ഒലിവ് ഓയിലോ ഏതിലാണോ ഫ്രൈ ചെയ്യുന്നത് അത് ആ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ്, ഹോം മെയ്ഡ് നമ്മുടെ വീട്ടിൽ തന്നെ ആട്ടിയെടുക്കുന്ന എണ്ണയാണ്, അത് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സമോസാസ് ഓരോന്നായിട്ടോ അല്ലെങ്കിൽ എന്തുമാത്രം സ്പേസിനനുസരിച്ച് സമോസാസ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷം ഞാനിപ്പോൾ ഒരു സമോസയാണ് ഇട്ട് കൊടുത്തത്. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് പിന്നെ ബാക്കിയുള്ളത് ഫ്രൈ ചെയ്ത് എടുക്കാം. കണ്ടോ, ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക രണ്ട് സൈഡും. ഇത് ഡീപ് ഫ്രൈ ആണ്, അതുകൊണ്ട് തന്നെ ജസ്റ്റ് തിരിച്ചിടേണ്ട ആവശ്യമില്ല. എങ്കിൽ തന്നെയും ഒന്നുകൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് എടുക്കുക. ഇപ്പോൾ ഇത് ഓൾമോസ്റ്റ് റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് എടുത്തതിന് ശേഷം അടുത്തത് ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, അന്നേരം എല്ലാം ഞാൻ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വീഡിയോ കണ്ടതിൽ വളരെ സന്തോഷം. അതുപോലെ തന്നെ താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണണം. അതുപോലെ നിങ്ങളുടെ കമൻസും ഫീഡ്ബാക്കും ഒക്കെ എന്നെ എഴുതി അറിയിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും റിക്വസ്റ്റഡ് വീഡിയോ ഈ വീഡിയോ ചെയ്യാമോ അല്ലെങ്കിൽ ഈ റെസിപ്പി ചെയ്യാമോ എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ അതെന്നെ എഴുതി അറിയിക്കുക. ഐ വിൽ ട്രൈ ടു ഡൂ ദാറ്റ്. അന്നേരം ഞാൻ ബാക്കിയുള്ള എല്ലാ സമോസാസും ഫ്രൈ ചെയ്തെടുക്കട്ടെ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ, സീ യു നെക്സ്റ്റ് വീഡിയോ.
Thank you, friends. So don't forget to like, subscribe, and share. Bye. See you in next video.